പ്രിയമുള്ളവരെ, അന്തർദേശീയ വാർത്തകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, പ്രത്യേകിച്ചും അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വാർത്തകളിലൊന്ന് വൈറ്റ് ഹൗസിലെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിനിടെ BBC ലേഖക നോമിയ ഇക്ബാലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, അതായത് ഈ ലേഖകയുടെ ചോദ്യം എപ്പോൾ ഇറാനുമേൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നാണ്. അതിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്ന് എപ്പോഴാണോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നത് ആ നിമിഷത്തിൽ തന്നെ അമേരിക്കയുടെ ആക്രമണം ഇറാനു നേരെ ഉണ്ടാകുമെന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്കയുടെ നാവിക വ്യൂഹത്തിന്, അതായത് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന അമേരിക്കയുടെ നാവിക വ്യൂഹത്തിന് ഏകദേശം 200 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിൽ ഇപ്പോൾ ഇറാൻ്റെ നാവികസേനയുടെ മറൈനുകളും കപ്പലുകളും ഒക്കെ വിന്യസിപ്പിക്കപ്പെട്ടു എന്നാണ്. പ്രത്യേകിച്ചും ഇറാൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, USS എബ്രഹാം ലിങ്കനെ അവരുടെ സൂപ്പർ സോണിക് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുവാൻ കഴിയുമെന്നാണ്. ചില വാർത്താമാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഒരു പ്രൊപ്പഗണ്ട വീഡിയോ, അതായത് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനെ എങ്ങനെയാണ് ഇറാൻ ഈ മിസൈലുകൾ ഉപയോഗിച്ച്, സൂപ്പർ സോണിക് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ അവരുടെ മിസൈൽ വിന്യാസം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് ഏതു ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കുവാൻ തക്കവണ്ണം വിവിധ ഭാഗത്തേക്ക് വിന്യസിപ്പിക്കപ്പെട്ടു എന്ന രീതിയിലും അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആസന്നമായ ഒരു ഇറാൻ അമേരിക്ക ഫൈറ്റിൻ്റെ, യുദ്ധത്തിൻ്റെ കരിനിഴൽ തന്നെയാണ് ലോകമെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന വിശകലനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് US സെൻട്രൽ കമാൻഡും മേധാവിയും ഒപ്പം IDF നേതൃത്വവും തമ്മിൽ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയെന്നാണ്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും ഒപ്പം IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇറാൻ്റെ മേലുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ചില വിശകലനങ്ങൾ അനുസരിച്ച് ഇറാനായിരിക്കും ഒരുപക്ഷെ ആദ്യം ആക്രമിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ഇസ്രായേലിനെ ആയിരിക്കും ആദ്യം ആക്രമിക്കുക. കാരണം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ആദ്യം പ്രഹരിച്ചത് ഇസ്രായേലായിരുന്നു. അതിൻ്റെ ഒരു പ്രഹരത്തിൽ നിന്ന് വിമുക്തമാകുവാൻ ഇറാന് കുറച്ചു സമയങ്ങൾ, 2-3 ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. കാരണം വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യം പ്രഹരമേൽക്കുന്ന ഒരു രാജ്യം, അത് ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും, അതിൻ്റെ ഒരു പ്രഹരശേഷിയിൽ നിന്ന് വിമുക്തമാകുവാൻ കുറച്ചു ദിവസങ്ങളെടുക്കും. അതിനുശേഷം മാത്രമേ ശത്രുവിനെതിരെ തിരിച്ചൊരു ആക്രമണത്തിന് തയ്യാറാകുവാൻ കഴിയൂ. ആദ്യം ആക്രമണമേൽക്കുന്ന രാജ്യത്തിന് നല്ല പ്രഹരമേൽക്കുവാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും തുല്യശക്തികളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വയം പ്രതിരോധത്തിനു വേണ്ടി ഇറാൻ ആദ്യമായി ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളുമൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണിത്. മറ്റൊന്ന്, റഷ്യയുടെയും ചൈനയുടെയും സഹായം അത് വ്യക്തമായി തന്നെ ഇറാന് ലഭിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ചൈനയുടെ ചില ഷാഡോ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെത്തിയതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെയും വിശകലനം ചെയ്തിരുന്നു. സമുദ്ര ഹാക്കർമാരും ചൈനയുടെ ചില നാവികസേന കപ്പലുകളും ഒപ്പം ഇറാനിലെത്തിയതായി സ്ഥിരീകരിക്കുന്നുണ്ട്. അത് വിശകലനങ്ങൾ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, റഷ്യ ഇപ്പോൾ ഒരു ലോക ശക്തിയായി തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. പഴയ സോവിയറ്റ് യൂണിയൻ്റെ പദവിയിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു. ചൈനയും ഒരു ലോകശക്തിയായി വരുവാൻ ആഗ്രഹിക്കുന്നു. ചൈനയും റഷ്യയും ഒന്നിച്ചാണ് നീങ്ങുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് വിഘാതമാകും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ. അത് വെനിസ്വേല പോലെ അമേരിക്ക ഏകപക്ഷീയമായി അവിടെ ആക്രമിച്ച് ഇറാനെ പരാജയപ്പെടുത്തിയാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് അത് വിഘാതമാകും. കാരണം ആ രാജ്യങ്ങളെ വിശ്വസിച്ച് മറ്റു രാജ്യങ്ങൾ അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ എന്തു വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഇപ്പോൾ റഷ്യയും ചൈനയും സന്നദ്ധമാകും എന്ന രീതിയിൽ തന്നെയാണ് വിശദീകരണങ്ങളൊക്കെ വരുന്നത്. കാരണം വ്ളാദിമിർ പുടിൻ പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപം അത് റഷ്യയിലൂടെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുമൊക്കെ അത് തന്നെയാണ്. അദ്ദേഹം മിക്ക അഭിമുഖങ്ങളിലും പറയുന്നത്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപത്തിലേക്ക് റഷ്യയെ തിരികെ കൊണ്ടുവരണമെന്നാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഒക്കെ ഇടപെടൽ കൊണ്ട്, ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ തെറ്റായ വിദേശ നയം കൊണ്ട് മിക്ക രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുവാൻ മടിക്കുന്നുണ്ട്, റഷ്യയുടെ പാതയിലേക്ക് വരുന്നുണ്ട്. ആ രാജ്യങ്ങൾ തങ്ങളെ റഷ്യ സംരക്ഷിക്കും എന്ന് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. ഇറാനെ വെനിസ്വേലയുടേതുപോലെ ആക്രമണത്തിന് വിട്ടുകൊടുത്താൽ അങ്ങനെ ഒരു ഉറപ്പ് റഷ്യയ്ക്ക് വിശ്വസിക്കുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ റഷ്യയും ചൈനയും അവരുടെ ഷാഡോ വിമാനങ്ങളൊക്കെ അയക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പ്രത്യേകിച്ചും മിസൈൽ നിറയ്ക്കാനുള്ള ഫ്യൂവൽ ഫണ്ട്
യുദ്ധ ഫണ്ടിനാവശ്യമായ തുക ഒക്കെയും ഇപ്പോൾ ഇറാനിലെത്തുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും വെനിസ്വേലയുടെ പോലെ ഒരു ഏകപക്ഷീയമായ യുദ്ധമായിരിക്കില്ല അമേരിക്കയ്ക്ക് ഇറാൻ നൽകുക എന്ന വിശദീകരണങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.